DAPL കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അങ്ങാടി ചെറുമ്പ് ഇക്കോ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റുമായ KT സിഹാബ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷിക്കാർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ അരീക്കോട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. DAPL എന്തിന് എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ അലനല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണിൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MK മുഹമ്മദ് അലി, P യൂനുസ്, CK മൊയ്തീൻ, KT അസ്കർ, KMCC നേതാവ് സിറാജ് മുസ്ലിയാരകത്ത്, സുബ്രഹ്മണ്യൻ മാഷ്, അഡ്വക്കേറ്റ് ബാദുഷ, PK അബ്ദുറഹ്മാൻ, EK റസാഖിക്ക, AP സിറാജ്, അൻവർ, CK ഷാജഹാൻ, നമ്പിൻ അഷ്റഫ്, P അബ്ദുറഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. EK റസാഖ് KK പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി K അബ്ദുപ്പ, TT കുഞ്ഞുമൊയ്തീൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി നമ്പിൻ അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറിമാരായി മുഹമ്മദ് കല്ലായി, MK ഇക്ബാൽ, ട്രഷററായി KT ശിഹാബ് എന്നിവരെയും DAPLന്റെ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നമ്മുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് രാവിലെ 7 മുതൽ തുടങ്ങിയ ചർച്ചകൾ കരുവാരകുണ്ട് പഞ്ചായത്തിൽ DAPL സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു കുടുംബ സംഗമം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മക്കളുടെയൊക്കെ, നമ്മുടെ കുടുംബങ്ങളുടെയും മക്കളുടെയൊക്കെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ കഴിവുകളും തിരിച്ചറിയുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് പഞ്ചായത്ത് DAPL ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. എന്നിൽ അർത്ഥമായിട്ടുള്ളത് DAPL എന്താണ് എന്ന് പറഞ്ഞു തരുന്നത് മാത്രമാണ്. എന്താണ് DAPLോട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ അതിന് പറയാനുള്ളത്, ഈ ജാഫർ സാറിനെ നിങ്ങൾ ഇനിയും ഉപയോഗപ്പെടുത്തണം. മുഴുവൻ കഴിയത്തില്ല. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ ഇനി ഒരുപാട് സാറിന് പറയാനുണ്ട്. അത് ആ ജാഫർ സാറിനെ ഇനി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഇവിടെ ഈ പഞ്ചായത്ത് DAPL കമ്മിറ്റി അല്ല, ബ്ലോക്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ലാസ് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ചെറിയ വാക്കുകളോട് ഞാൻ അവസാനിപ്പിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഭിന്നശേഷിക്കാരാണ്, ഈ ഉള്ളവരടക്കം. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ ഇതിലേക്ക് സംഘടനയിലേക്ക്. അതേപോലെ കുറെ മുമ്പ് അറിയാം, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഈ DAPLന്റെ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു നിരീക്ഷകനായിട്ട് കുറച്ചു കാലം ഇവിടെ വന്നിട്ട് അപ്പൊ കുറച്ച് പേരോടൊക്കെ പരിചയമുണ്ട്. വ്യക്തികളുടെ പേരിലൊന്നും പറയാനില്ല. ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നത് ആ ഒരു സത്യം ആദ്യമായിട്ട്